Hi all, welcome back. So ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നമ്മൾ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്ന് നമ്മളൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ മെയിൻ സംഭവമാണ് ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോയിലെ മെയിൻ ഒബ്ജക്റ്റ് ഫോക്കസ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഫോട്ടോ ഡിലീറ്റ് ആക്കാറാണ് പതിവ്, അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടൊന്ന് ലെവലാക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ ഫോട്ടോ റോ ഫോർമാറ്റിലാണ്, DSLR-ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റോ ഫോർമാറ്റിലാണ് ഫോട്ടോ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ടിട്ട് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ റോ ഫോർമാറ്റിലല്ല എടുത്തിട്ടുള്ളതെങ്കിലും അതെങ്കിലും നമ്മുടെ കയ്യിൽ ഫോട്ടോഷോപ്പ് പോലുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഇവിടെ കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോ നിങ്ങൾ സൂം ഔട്ടാക്കി കാണുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു നല്ലൊരു ഫോട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തൊരു ഫോട്ടോ ആണ്. പക്ഷേ ഇതിൻ്റെ സൂം ആക്കി നോക്കുമ്പോൾ നമ്മൾ ഫേസിലെ ഫോക്കസ്, അതായത് നമ്മൾ അതിലാണ് മെയിനായിട്ട് ഫോക്കസ് ഉണ്ടോ നോക്കേണ്ടത്, എന്നാലേ ഫോട്ടോ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ അതിൽ ഫോക്കസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫോട്ടോയുടെ വേറെ കോപ്പീസ് എടുത്തിട്ടുണ്ടോ നോക്കും. നമ്മൾ ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 കോപ്പീസൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഫോട്ടോ ഒറ്റ കോപ്പി മാത്രമുള്ളെങ്കിൽ നമ്മൾ ഇത് എഡിറ്റ് ചെയ്യാനേ നോക്കത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ എഡിറ്റ് ചെയ്താലും നമ്മൾ ഫോക്കസ് ഇല്ലെങ്കിൽ ഒരു മെന കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ സ്മാർട്ട് ഫോണിലൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഫോക്കസ് റിക്കവർ ചെയ്തെടുക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് റെമിനി എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ആപ്ലിക്കേഷനിൽ ഈ ഒരു ഫീച്ചർ അല്ലാതെ തന്നെ നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസിന്, നമ്മളെ പഴയ ഫോട്ടോസിനൊക്കെ നമുക്ക് കളർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ കാർട്ടൂൺ പോലുള്ള ഇമേജസ് ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ എഡിറ്റിംഗ് ഫീച്ചേഴ്സുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഫസ്റ്റ് കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും, എൻഹാൻസ്, അതുപോലെ പ്രോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നിങ്ങൾക്ക് വീഡിയോസും എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രോ വേർഷൻ ഉണ്ട് ഇതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോ വേർഷൻ ക്യാഷ് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോ വേർഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെ ബ്ലറായിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഷാർപ്പണായിട്ടുള്ള ഒരു ഫോട്ടോ ആക്കി മാറ്റാൻ നോക്കാം. എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ എൻഹാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷന് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നിങ്ങൾക്കൊരു ട്യൂട്ടോറിയൽ കാണാൻ പറ്റും. ജസ്റ്റ് യൂസ് എന്ന് അടിച്ചിട്ട് നമ്മൾ ഏത് ഫോട്ടോ ആണോ സെലക്ട് ചെയ്യുന്നത് ആ ഫോട്ടോ എടുക്കുക. ഞാൻ ആ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന അതേ ഫോട്ടോ ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സൂമായി കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല, ഇവിടെ നിങ്ങൾക്ക് പക്ക ബ്ലറല്ല. അപ്പോൾ ഇത് നമ്മൾ ടിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ആഡ് കാണാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ നമ്മൾ ആഡ് ജസ്റ്റ് കാണണം, അതാണ് പറഞ്ഞത്. ജസ്റ്റ് ഒരു ആഡ് പ്ലേ ആവുന്നുണ്ട് ഇതിൽ. ഇപ്പോൾ നമുക്ക് ഡെയിലി 10 പ്രാവശ്യമാണ് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ പ്രോ വേർഷൻ എടുക്കണം. അപ്പോൾ എന്തായാലും അതൊക്കെ ധാരാളം. നമ്മളെ ഒരു ഫോട്ടോ 2 ഫോട്ടോ ഒക്കെ അല്ലേ നമുക്ക് ബ്ലറായിട്ട് വരുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ആഡ് കാണാൻ വരുന്നുണ്ട്, പിന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഈ ആഡ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആഡ് സ്കിപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ലൈഡ് നിങ്ങൾക്ക് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിഫോറും ആഫ്റ്ററും കാണാൻ പറ്റും. കണ്ടോ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ബ്ലർ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫേസ് മാത്രം സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, കറക്റ്റ് കണ്ടോ? ഇത്രയും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ആകെ 2-3 ഡിഫക്റ്റീവ് ഫേസിൽ എന്തൊക്കെയോ ഒരു ഇത് വരുന്നുണ്ട്. അത് നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, ഒന്ന് സ്മൂത്ത് ചെയ്തിട്ടൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ കണ്ണൊക്കെ കറക്റ്റ് ഫോക്കസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഈ ഒരു ഫോട്ടോയിലെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും തോന്നുന്നു. കണ്ടോ, അപ്പോൾ ഏതൊരു ഫോട്ടോവും, ഇത് ഞാൻ എടുത്തപ്പോൾ തന്നെ ബ്ലറായിട്ടുള്ളൊരു ഫോട്ടോ ആണ്, എന്നിട്ടും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ബ്ലറായിട്ടുള്ള ഫോട്ടോസ് ഒന്നും ഇനി ഫോട്ടോഷോപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ ബന്ധപ്പെട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.